ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ജൂലൈ 8-ാം തീയതിയാണ് കേട്ടോ. ഈ 8-ാം തീയതിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച ഒരു ദിവസമാണ്. ജൂൺ 8 എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ മാർച്ച് 8 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണ്. ഏപ്രിൽ 8-നാണ് ഞാൻ ഇസ്രായേലിലോട്ട് കയറി വന്നത്. അപ്പോൾ ഇന്ന് 3 മാസമായി ഞാൻ ഇസ്രായേലിൽ വന്നിട്ട്. ഞാൻ ഇന്ന് രാവിലെ ഓർത്തേ, ഇന്ന് 8-ാം തീയതിയാണല്ലോ, അപ്പോൾ 3 മാസമായി ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറിയിട്ട് മക്കളെ. അപ്പോൾ എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് കേട്ടോ, നീ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ. അപ്പോൾ ഇന്ന് മുതലുള്ള എൻ്റെ യാത്ര ഇസ്രായേലിലെ വിശേഷങ്ങളും ഞാനിവിടെ എത്തിയതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന നാട്ടിലുള്ള ചേച്ചിമാരോടും ചേട്ടന്മാരോടും അനിയന്മാരോടും അനിയത്തിമാരോടൊക്കെയാണ്. ഇസ്രായേലിലേക്ക് വരാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സാണ്. 10-ാം ക്ലാസ് പാസ്സായ ഒരു വ്യക്തിക്ക് ഇസ്രായേലിലേക്ക് വരാൻ പറ്റും. പിന്നെ ഏജൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞു തരാം. പക്ഷേ 10-ാം ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാമോ? Today I will be talking about the importance of English language for caregivers job. So firstly, to be selected in our training center, you will have to give interviews, and the interviews will be in English language. So it is very important for you to know how to speak, read and write in English. Secondly, when you join our classes, the instructors will teach you in English. Your notes will also be in English, and also you have to give your exams in English. So it is really very important for you to understand this language really well. Thirdly, when your entire process is done, that is when your visa and everything is come and your interviews are aligned in the embassy, you need to know English really well, because if you do not speak in English language well in the interview, നിങ്ങൾ ഒരുപാട് ടെൻഷനാകാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് കണ്ടുകൊണ്ട് അയ്യോ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നാരും വിചാരിക്കേണ്ട. നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യവും ഇല്ല. കുറച്ച് എഫേർട്ട് എടുക്കുക. ഇന്ന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇംഗ്ലീഷൊക്കെ പഠിക്കാനായിട്ട്. ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ സാധിക്കും. അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ പഠിക്കുക. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ കാസ്റ്റ് എടുത്തു പറയുന്നതല്ല കേട്ടോ. ഇവിടെ മുസ്ലിംസിന് വരാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് നല്ല കൂട്ടുകാരികളുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിച്ചായിരുന്നു ഞങ്ങൾക്കും വരാൻ പറ്റുമോ എന്ന്. അപ്പോൾ നമുക്ക് മുസ്ലിംസിന്, എനിക്കത് എന്തുകൊണ്ടാണെന്നോ ആധികാരികമായിട്ട് പറയാമെന്നും അറിയത്തില്ല, പക്ഷേ മുസ്ലിംസിന് ഇസ്രായേലിന് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിക്കണം. നമുക്കിന്ന് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.